PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 17 മെയ് 2025 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി, അതുപോലെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്നീ പരീക്ഷകളുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കമൻസിലിടാൻ കഴിയുമെങ്കിൽ കമൻസിലിടുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ബി ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇനി 2, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? സി ആണ്, നെപ്പോളിയൻ. 3, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? അപ്പോൾ 4 പ്രസ്താവനയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ് തെറ്റുള്ളത്, അതായത് ബി ആണ് ഉത്തരം. ഇനി 4, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ബഹദൂർ ഷാ എന്നുള്ളത് ഡൽഹിയാണ്, ഷാമാൽ എന്നുള്ളത് ബരാട്ട് ആണ്. മൂന്നാമത്തെ മൗലവി അഹമ്മദുള്ള എന്നുള്ളത് ഫൈസാബാദ്. പിന്നെ 4, ബീഗം ഹസ്രത്ത് മഹൽ എന്നുള്ളത് ലക്നൗ, അതായത് ഡി ആണ് ഉത്തരം. ഇനി 5, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏത്? ബി 1865. 6, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? സി സജി ചെറിയാൻ. 7, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതിൽ എയും ബിയും ശരിയായിട്ടുള്ളതാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണെന്നുള്ളതാണ്. അപ്പോൾ എ ആണ് ഉത്തരം. ഇനി 8, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അത് ഇരുമ്പും നിക്കലുമാണ്, എ ആണ്. 9, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇവിടെ തന്നേക്കുന്നതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 10, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? സി ആണ്, ഇടുക്കി. 11, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ എക്ക് ദാമോദർ നദി എന്നുള്ളത് ആസാമിൻ്റെ ദുഃഖം. ഇനി ഗോദാവരി നദി ബിക്ക് രണ്ടാമത്തെ ദക്ഷിണ ഗംഗ. സിക്ക് കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാഡി. ഡി ബ്രഹ്മപുത്ര നദി, അത് ഇന്ത്യയുടെ ചുവന്ന നദി. ബി ആണ് ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇനി 12, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് ഡി ലിഗ്നൈറ്റ് ആണ്. 13, താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ഡി ആണ്, പാവപ്പെട്ടവൻ്റെ ബാങ്ക്. ഇനി 14, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം നബാർഡാണ്, സി. 15, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ബി ദാദാഭായ് നവറോജി. 16, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? എ ആണ്, ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിക്കുക എന്നുള്ളത്. 17, ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? അത് തൃതീയ മേഖല, എ ആണ്. 18, ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ബി RBI. 19, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? സി ആണ്, ആമുഖം. 20, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ബി ആണ്, പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക, വകുപ്പ് 44 എന്നുള്ളത്. ഇനി 21, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ ABC 3 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉത്തരം വരുന്നത് ഡി ആണ്. 1 D 2, പിന്നെ രണ്ടാമത്തേന് C 4, മൂന്നാമത്തെ B, പിന്നെ 1, നാലാമത്തെ A, പിന്നെ 3. അപ്പോൾ ഡി ആണ് ഉത്തരം. ഇനി 22, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? ഇവിടെ തന്നേക്കണ എല്ലാം: വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. അപ്പോൾ ബി ആണ് ഉത്തരം. 23, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അപ്പോൾ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്, അതുകൊണ്ട് ഡി ആണ് ഉത്തരം. 24, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നാലാമത്തെയാണ്, ഗവർണറെ നിയമിക്കാനുള്ള അധികാരം എന്നുള്ള, എ ആണ് ഉത്തരം.
ഇനി 25 ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ബി ആണ് 104 ഭേദഗതി. 26 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ. ഇവിടെ പറയണ 4 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ സി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 27 ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1, 2, 4 ആണ് ശരി. അതായത് ഡി ആണ് ഉത്തരം. ഇനി 28 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? അത് 1, 2, 3 ആണ്. ഇത് ഒക്കെ ശരിയാണ്. അപ്പോൾ ഡി ആണ്. 29 കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? എ 15 അംഗങ്ങൾ. 30 താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ബി ആണ് 60 വയസ്സ്. 31 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത്? സി റവന്യൂ വകുപ്പ് മന്ത്രി. 32 ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റാംഡിയോ മിശ്ര. ഡി ആണ് ഉത്തരം. ഇനി 33 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന മൂന്നാമത്തെയാണ്. സി ആണ് ഉത്തരം. 34 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന 1, 2, 3 ശരിയാണ്. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 35 മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്നത് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ബി ആണ് എലിസബത്ത് കോൾബർട്ട്. 36 ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് സി കാർബൺ ക്രെഡിറ്റ് എന്നുള്ളത്. 37 കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഡി ജീവനി. 38 ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. ബി ആണ്. 39 ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ 15 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഫോക്കസ് ദൂരം അപ്പോൾ എഫ് = r/2. അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററാക്കി പറയുമ്പോൾ 0.075 മീറ്ററാണ്. സി ആണ്. 40 എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? ഇവിടെ ബി ആണ് മാലൂസ് നിയമം എന്നുള്ളത്. അപ്പോൾ അത് ബി ആണ് ഉത്തരം. 41 താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? അത് ചന്ദ്രയാൻ 4 ആണ്. ബി. 42 പദാർത്ഥ കണികളുടെ ദ്വൈത സ്വഭാവം, അതായത് ഡ്യുവൽ നേച്ചർ ആദ്യമായി നിർദ്ദേശിച്ചത് ഡി ബ്രോഗ്ലി. സി ആണ്. 43 CuNH3 6 times Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ 3 ആണ്. +3. ബി ആണ്. 44 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത്? സി കാർബൺ ഡൈ ഓക്സൈഡ്. 45 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തം? അത് ബി ക്വാണ്ടം ഡോട്ട്സ് എന്നുള്ളത്. 46 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ആണ്. എ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ 47ാമത്തെ ചോദ്യവും എല്ലാം ശരിയാണ്. അപ്പം 4 ഉത്തരം ശരിയായതുകൊണ്ട് സി ആണ് ഉത്തരം. 48 താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ വ്യക്തിയെ തിരിച്ചറിയാൻ വേണം 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അത് അയ്യത്താൻ ഗോപാലൻ. സി ആണ്. ഇനി 49 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാർ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്. അതായത് ബി ആണ്. 50 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ശരി. എ ആണ് ഉത്തരം. ഇനി 51 1 + 3 + 5 + എക്സെട്ര n പദങ്ങൾ ബൈ 1 + 2 + 3 + എക്സെട്ര n പദങ്ങൾ സമം 12/7 ആയാൽ എന്നിൻ്റെ വില എത്ര? അപ്പോൾ അത് ബി 6 വരിക. ഇനി 52 ഒരാൾ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? എ 575 രൂപ. ഇനി 53 10x × 4/5x = 2/8 ആയാൽ എക്സിൻ്റെ വില ഡി 6 ആണ്. 54 രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. അത് ആകെ മാർക്കിൻ്റെ 91% ആയാൽ ആകെ മാർക്ക് ബി 500. 55 സാമാന്ത്രികം ABCDയിൽ AB AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വിസ്തീർണം 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ ചുറ്റളവ് 80 സെൻറ്റിമീറ്റർ. സി ആണ്. ഇനി 56 ഒറ്റയാനെ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ബി 100 ആണ്.
57 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി 1 സി ശനിയാണ്. 58 വിട്ടുപോയ സംഖ്യ ഇവിടെ തന്നിരിക്കുന്നതിൽ 153 എ ആണ്. ഇനി 59 ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ വില എത്രയാണെന്നാണ്. ബി 35 ഇനി 60 എലിഫൻ്റ് എന്നുള്ളത് കോഡ് 19 ആണ്. ഡി ആണ്. ഇനി 61 ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. എ ആണ്. ഇനി ഹി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ്. സി ആണ്. 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. 63 നൺ ഓഫ് അസ് പ്ലേഡ് ദ ഗെയിം വെൽ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് വി. ഡി ആണ് ഉത്തരം വരിക. 64 ഇഫ് യു ഹാഡ് റീച്ച് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു കുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ്. എ ആണ്. 65 ടീച്ചർ കുഡ് നോട്ട് കീപ് ഫ്രം ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ. ബി ആണ്. 66 ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ് ഇവിടെ ഇതാണ്. സി മെമെൻറ്റോ. 67 ദ കോർട്ട് ഒബ്സർവ്ഡ് ദ അഗ്രിമെൻറ്റ് നൾ ആൻഡ് വോയിഡ്. ഹിയർ നൾ ആൻഡ് വോയിഡ് മീൻസ് അപ്പോൾ ഇൻവാലിഡ് എന്നുള്ളതാണ് നൾ ആൻഡ് വോയിഡ് എന്നുള്ളത്. അഗ്രിമെൻറ്റ് നൾ ആൻഡ് വോയിഡ് എന്ന് പറയുമ്പോൾ ഇൻവാലിഡ് എന്നാണ്. ബി ആണ്. ഇനി 68 പിക്ക് ഔട്ട് ദ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻഡ് ഈസ് സ്ട്രോങ്ലി അഗെയിൻസ്റ്റ് ആക്സെപ്റ്റഡ് ഐഡിയാസ് ട്രഡീഷൻസ് ഇമേജസ് എക്സെട്ര. അത് എ ആണ്. ഐക്കണോക്ലാസ്റ്റ് എന്നുള്ളത്. 69 ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഹി സെഡ് വിൽ യു ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. അപ്പോൾ അതിൻ്റെ ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഡി ആണ്. 70 യു പി യുടെ എക്സ്പാൻഷൻ. എ ആണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നുള്ളത്. ഇനി 71 അവൻ പിരിച്ചെഴുതുമ്പോൾ ആ പ്ലസ് അൻ. സി ആണ്. ആദേശസന്ധി 72 വിൻ പ്ലസ് സ്ഥലം വിണ്ടലം. ഇനി 73 ആർക്കിടൈപ്പ് അതിൻ്റെ മലയാളം ആദിപ്രരൂപം. ഡി ആണ്. ഇനി 74 ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അതിൻ്റെ അർത്ഥം എ ആണ്. അതിവാത്സല്യം അപകടകാരിയാണ്. 75 ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. അത് ഡി. തരണം ചെയ്യാനുള്ള ഇച്ഛ. ഇനി 76 ചുവടെ കൊടുത്തിട്ടുള്ളിൽ കൂട്ടത്തിൽപ്പെടാത്തത്. ഉഗ്രം അത്യുഗ്രം. ഡി ആണ്. 77 കുതിരയുടെ പര്യായം അല്ലാത്തത്. എ ആണ്. നഗജം. 78 കൂട്ടത്തിൽപ്പെടാത്തത്. എ ആണ്. നായകൻ നായകി എന്നുള്ളത്. 79 പൂജക ബഹുവചനം ഇവിടെ കൊടുത്തതിൽ ബി ആണ്. വൈദ്യർ. 80 കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം. ഡി ആണ്. അപൂർവമായ സംഭവം. ഇനി 81 മുതൽ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അബ്കാരി നിയമപ്രകാരം 81 സി ആണ്. 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 82 ഇ എൻ എയുടെ പൂർണ്ണനാമം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ബി ആണ്. 83 NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? അത് ഡി ആണ്. കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 84 ഗേജിംഗ് എന്നത് സി ആണ്. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. 85 ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലെ മേലുദ്യോഗസ്ഥന് 72 മണിക്കൂറിനുള്ളിൽ നൽകണം. ബി ആണ്. ഇനി 86 അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? ഡി ആണ്. ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണെന്നുള്ളത്. 87 ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. അത് 3ാമത്തെ മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. 4ാമത്തെ മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. സി ആണ് ഉത്തരം. 88 കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. ഈ പറഞ്ഞ 4ലും ഇത്. അപ്പോൾ എ ആണ് എല്ലാം. ഇനി 89 ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റു സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ അറിയപ്പെടുന്നത്. സി ആണ്. ബ്ലെൻഡിങ്. 90 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് 50,000 രൂപ. ബി ആണ്. 91 കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം. എ ആണ്. 35 UP എന്നുള്ളത്. ഇനി 92 ലൈസൻസ് ഡി ആണ്. വിദേശ മദ്യ ലൈസൻസുകൾക്ക് മൊത്ത വിൽപ്പന നടത്തുന്നതിൻ്റെ. ഡി ആണ്. FL9 ലൈസൻസ്. ഇനി 93 കോപ്റ്റ് ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം? സി ആണ്. വകുപ്പ് 4. ഇനി 94 ദൂരപരിധി. അതന്നെ അതേ ചോദ്യം തന്നെ. ദൂരപരിധി എ ആണ്. 100 യാർഡ്. ഇനി 95 പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. ഡി ആണ്. 18 വയസ്സ്. ഇനി 96 ലഹരി വർജന മിഷൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ. എ ആണ്. മുഖ്യമന്ത്രി. 97 വിമുക്ത മിഷൻ്റെ സൗജന്യ കൗൺസിലിങ്ങിനെ ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ. സി ആണ്. 14,405 എന്നുള്ളത്.
ഇനി 98 2016 99 എ ആണ് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 100 സി ആണ് 3 വർഷം വരെ തടവും 1 ലക്ഷം